ഇന്ന് ഞാൻ ഒരു ദിവസം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും വയറ് നിറയെ കഴിച്ചാൽ പിറ്റേ ദിവസം എന്റെ വെയിറ്റ് കൂടുമോ നോക്കാൻ പോവാണ് ഞാൻ. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നുള്ള വെയിറ്റ് നോക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നിരിക്കുന്നത് ഈ ഒരു റബ്ബർ വെക്കുന്ന കടയ്ക്കാണ്. കാരണം ഇന്ന് എനിക്ക് വേറെ എവിടെയും വെയിറ്റ് നോക്കണ മെഷീൻ കിട്ടിയില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് 55.800 ഗ്രാമിനടുത്ത് വെയിറ്റ് ഉണ്ട്. അങ്ങനെ വെയിറ്റ് നോക്കി വീട്ടിൽ പോണ വഴി ഇന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി ഇതുപോലെ ചക്കരക്കിഴങ്ങും പഴവും മുട്ടയൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിൽ പോയത്. അത് കഴിഞ്ഞപ്പോ രാവിലത്തെ ഭക്ഷണമായിട്ട് അമ്മ ഉണ്ടാക്കിയ നൂലുപുട്ടും മുട്ടക്കറിയാണ് ഞാൻ കഴിച്ചത്. സാധാരണ 2 എണ്ണം കഴിക്കണ ഞാൻ ഇന്ന് ഏകദേശം 4.5 നൂലുപുട്ട് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു പഴത്തിന്റെ ഗ്യാപ്പും കൂടി കിട്ടിയപ്പോൾ അതും കൂടി കഴിച്ച് രാവിലത്തെ ഭക്ഷണം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. ഉച്ചയ്ക്ക് എന്തെങ്കിലും കനത്തിൽ കഴിക്കാന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി കുറച്ച് ബിരിയാണിയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഉച്ച സമയത്ത് വയറ് നിറയണ വരെ ഈ ഒരു ബിരിയാണിയും കഴിച്ച് തീർത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞെങ്കിലും രാവിലെ വാങ്ങിയിട്ട് വന്ന ഈ ഒരു ജിലേബി കണ്ടപ്പോൾ ഉച്ചയ്ക്ക് അതും കൂടെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റതും അമ്മ എനിക്ക് ചായയും മധുരക്കിഴങ്ങും പഴം പുഴുങ്ങിയതും കൂടെ തിന്നാൻ തന്നു. അങ്ങനെ ഇപ്പൊ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ എന്റെ വയറിൽ ഇനി സ്ഥലവേ ഇല്ലാത്ത പോലെയായി. അതുകൊണ്ട് ഇനി രാത്രി എന്തെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനെ സമയം ഇപ്പൊ രാത്രി ആയിരിക്കുകയാണ്. രാത്രി ഞാനൊരു മുട്ടയും പൊരിച്ച് ഈ കാണുന്ന ചോറ് മുഴുവൻ ഉണ്ടതിന് ശേഷം ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാവിലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ വേഗം പല്ലൊക്കെ തേച്ച് റെഡിയായി എന്റെ വെയിറ്റിന് വല്ല മാറ്റം വന്നോ കൂടിയോ നോക്കാൻ വേണ്ടി ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇപ്പൊ ഇവിടെ വന്ന് വെയിറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ 55.800 ഗ്രാം ഉണ്ടായിരുന്നു, ഞാനിപ്പോ 56.200 ഗ്രാം ആയിരിക്കുകയാണ്. അതായത് ഒരു ദിവസം കൊണ്ട് 400 ഗ്രാമാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ എന്റെ ഈ ഒരു ചലഞ്ച് വിജയിച്ചത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.